ഇത് കണ്ടിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എൻ്റെ ടോപ്പിക്കല്ല. ദാ ഈ ഒരു ന്യൂസ്. ഓക്കെ, ഈ ഒരു സാറിനെ പുറത്താക്കുമെന്നാണ്. സാറിന് വിളിച്ചുകൂടാ, ബട്ട് ഞാൻ ഒരു റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഇത് ചെയ്യുക. ഈ ഒരാളെ പുറത്താകുന്നതാണ് ഇതിൻ്റെ നടപടി. എനിക്ക് സീരിയസ്ലി അറിയത്തില്ല, കാര്യം ഇതിൻ്റെ ലോയോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരാളെ ഹറാസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരാളെ ഒരു ഒരു സൂയിസൈഡ് എന്നുള്ള രീതിയിലോട്ട് ആക്കിയിട്ട് ഈ കാര്യമാണോ ലൈക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ? അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ഒരു ഒരു കുടുംബത്തിനെയാണ് അങ്ങേര് തകർത്ത് കളഞ്ഞത്. ഈവൻ അവിടുത്തെ പിള്ളേർ റിപ്പോർട്ട്സിൽ ഇപ്പം ഇതിൻ്റെ സോഴ്സ് ഏഷ്യാൻ ന്യൂസ്. ഈ ഏഷ്യാൻ ന്യൂസ് തന്നെ വേറെ ന്യൂസുകൾ കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ പിള്ളേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അവിടെയുള്ള എല്ലാവരും. ഇപ്പം ഞാനിത് വന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കസിൻസ് ഉണ്ട്. ഓക്കെ, അവരാണെങ്കിൽ നേഴ്സിങ്ങിന് ഇനി പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ. എന്ത് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരിടത്ത് നടക്കുന്ന കേസല്ല, എല്ലായിടത്തും തന്നെ നടക്കുന്നത്. എന്ത് വിശ്വസിച്ച് ഇവരെയൊക്കെ പറഞ്ഞു വിടും? എനിക്ക് സീരിയസ്ലി അറിയത്തില്ല. സോ ഇപ്പോൾ ഈ കേസ് ഡിബേറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. ലൈക്ക് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിതിൻ രാജൻ എന്ന് പറയുന്ന പയ്യൻ ഓൾറെഡി ഒരു ലോൺ ആപ്പിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഈ കേസ് ഡിബേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സാറിൻ്റെ പേരിൽ നിന്ന് ഈ കേസ് മാറും. അതിനാണ് ഇപ്പം ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാ ന്യൂസും ഇപ്പോൾ അതിൻ്റെ പുറകെ. ബട്ട് അത് ഓൾറെഡി അവരെ ഇതിൽ പറയുന്നത് വെച്ചാൽ അവർ വീട്ടുകാർക്ക് അത് അറിയായിരുന്നു. എന്തോ ഹോസ്പിറ്റൽ കേസിന് അങ്ങനെ എടുത്ത ഫണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഇതിപ്പോൾ കുറേ ആയി ഈ ഒരു സംഭവം ഞാൻ കാണുന്നു. അപ്പം അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ബട്ട് എനിക്കറിയത്തില്ല ഇതാണോ ഇതിൻ്റെ ശിക്ഷ. ഇനി പുള്ളിക്ക് ശിക്ഷ കിട്ടുമോ? ചിലപ്പോൾ ഇനി ഇപ്പം ഇതിൽ നിന്ന് മാറ്റും, എന്നിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ് ചെയ്യും, ലൈക്ക് ട്രാൻസ്ഫർ പോലത്തെ സംഭവം. ഇവർക്ക് ശിക്ഷ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ കൊച്ചിയിലോട്ട് ഇതിനകത്ത് കേസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് കാണുന്നവർക്കാണെങ്കിലും കുറേ കേസുകൾ അറിയായിരിക്കും. ഇതിനകത്തൊക്കെ ആർക്കെങ്കിലും ശിക്ഷ കിട്ടിയിട്ട് നിങ്ങൾക്ക് അറിയാവോ? അറിയാമെങ്കിൽ ഒന്ന് പറയണേ, എനിക്കറിയത്തില്ല സീരിയസ്ലി.